അമേരിക്ക നമ്മുടെ രാജ്യത്തിനെതിരെ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ച സമയത്ത് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ തകിടം മറിയുമെന്ന ആശങ്ക പലരും പങ്കുവച്ചിരുന്നു. എന്നാൽ നമ്മുടെ ഭരണകൂടം അവസരത്തിന് തുയർന്നു. അമേരിക്കൻ സമ്മർദ്ദത്തിന് വശപ്പെടാതെ സമവായത്തിന്റെ സാധ്യത ആരാഞ്ഞു. സമാന്തരമായി ബദൽ സാധ്യതകളും തേടി. വർഷങ്ങളായി ചർച്ചയിലുണ്ടായിരുന്ന യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക് അതിവേഗം എത്താൻ കാരണം ഈ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യമാണ്. ഭാരതവുമായി ഈ വർഷം ജനുവരിയിൽ ഒപ്പുവെച്ച കരാറിനെ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വാൻഡർ ലൈൻ വിശേഷിപ്പിച്ചത് മദർ ഓഫ് ഓൾ ഡീൽസ് എന്നാണ്. കരാറുകളുടെ മാതാവ് എന്ന വിശേഷണം വെറും വാഴ്ത്തുപാട്ട് മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ ലോകത്തിന്റെ നെറുകയിലേക്ക് കൈപിടിച്ചു കയറ്റുന്നതിനുള്ള സുപ്രധാന ചവിട്ടുപടിയായി മാറിയത് ഈ കഴിഞ്ഞ ദിവസമാണ്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയാനുള്ളത്. പശ്ചിമേഷ്യ യുദ്ധക്കെടുതിയിൽ അമരുമ്പോൾ വിദേശയാത്രകൾക്ക് നിയന്ത്രണം വേണമെന്ന ആഹ്വാനം നടത്തിയ പ്രധാനമന്ത്രി തന്നെ യൂറോപ്യൻ രാജ്യങ്ങളടക്കം 5 രാജ്യങ്ങളിലേക്ക് സന്ദർശന പരിപാടി നടത്തിയതിനെ വിമർശിച്ചവരും പരിഹസിച്ചവരും നിരവധി. എന്നാൽ ഇതിനിടയിൽ നടന്ന സുപ്രധാന ഉടമ്പടികൾ വിമർശകരുടെ വായടപ്പിച്ചു. യൂറോപ്യൻ രാജ്യങ്ങളായ സ്വീഡൻ, ഇറ്റലി, നോർവേ, നെതർലാൻഡ്സ്, മിഡിൽ ഈസ്റ്റ് രാജ്യമായ UAE എന്നിവിടങ്ങളിലാണ് പ്രധാനമന്ത്രി സന്ദർശിച്ചത്. ഇതിൽ നെതർലാൻഡ്സിലാണ് ലോകത്തെ ഞെട്ടിച്ച സംഭവം അരങ്ങേറിയത്. സെമി കണ്ടക്ടർ അഥവാ ചിപ്പുകളുടെ നിർമ്മാണത്തിനായി ഇന്ത്യൻ കമ്പനിയായ ടാറ്റ ഇലക്ട്രോണിക്സും നെതർലാൻഡ്സ് ടെക് ഭീമനായ ASMLുമായാണ് കരാർ സാധ്യമായത്. കമ്പ്യൂട്ടർ സംവിധാനങ്ങളുടെയും AI സാങ്കേതിക വിദ്യയുടെയും തലച്ചോറായി പ്രവർത്തിക്കുന്ന ചിപ്പുകളുടെ ലഭ്യതയും നിർമ്മാണവുമാണ് വരുന്ന കാല ലോകക്രമം നിശ്ചയിക്കുന്നതെന്ന് ഉറപ്പാണ്. ഈ സാഹചര്യത്തിലാണ് ഇവയുടെ നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യവുമായി നമ്മുടെ രാജ്യം നിർണായക ചുവടുവെപ്പ് നടത്തുന്നത്. ലോകത്തെ ഏറ്റവും ആധുനികമായ പ്രീമിയം ചിപ്പുകൾ നിർമ്മിക്കുന്നതിനുള്ള EUV അഥവാ എക്സ്ട്രീം അൾട്രാവയലറ്റ് ലിത്തോഗ്രാഫി മെഷീനുകൾ നിർമ്മിക്കുന്ന ലോകത്തെ ഏക കമ്പനിയാണ് നെതർലാൻഡ്സിലെ ASML. ചൈന പോലെയുള്ള ഏഷ്യയിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി ശതകോടികൾ പൊടിച്ചിട്ടും ഈ സാങ്കേതിക വിദ്യ പ്രാപ്തമാക്കിയിട്ടില്ല. അമേരിക്കയുടെ കർശന വിലക്കുള്ളതിനാൽ ഈ യന്ത്ര സംവിധാനം ചൈനയ്ക്ക് നൽകാൻ നെതർലാൻഡ്സ് തയ്യാറുമല്ല. ചാരന്മാരെ ഉപയോഗിച്ച് ചോർത്താനുള്ള ശ്രമവും പാളി. ഈ സാഹചര്യത്തിലാണ് നമ്മുടെ രാജ്യത്തേക്ക് ഈ സാങ്കേതിക വിദ്യ കടന്നുവരുന്നത്. അടിസ്ഥാനപരമായി ഈ കരാർ 2 രാജ്യങ്ങളിലെയും 2 കമ്പനികൾ തമ്മിലെ കരാറും പങ്കാളിത്തവുമാണ്. യൂറോപ്യൻ യൂണിയനുമായി നമ്മുടെ രാജ്യമുണ്ടാക്കിയ കരാർ പൊതുവായ വ്യാപാര നിയമങ്ങൾ നിശ്ചയിക്കാനും വിവിധ മേഖലകളിൽ തീരുവ നിശ്ചയിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ്. ചിപ്പ് നിർമ്മാണ കരാർ നേരത്തെ പറഞ്ഞ മദർ ഓഫ് ഓൾ എഗ്രിമെൻറ്റ്സിൽ ഉൾപ്പെടുന്നതല്ലെന്ന് ചുരുക്കം. എന്നാൽ യൂറോപ്യൻ യൂണിയനുമായി നമ്മുടെ രാജ്യം ഇത്ര ബൃഹത്തായ ഒരു കരാറിൽ ഏർപ്പെട്ടത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നമ്മുടെ രാജ്യത്തോടുള്ള വിശ്വാസ്യത വർദ്ധിക്കാൻ കാരണമായി. യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളിലൊന്നായ നെതർലാൻഡ്സിന് ഭാരതവുമായി ചിപ്പ് പോലുള്ള അതീവ തന്ത്രപ്രധാനമായ അത്യന്താധുനിക സാങ്കേതിക വിദ്യ പങ്കുവെക്കാൻ ഈ സൗഹൃദം ധൈര്യം നൽകി. ഇന്ത്യ EU കരാർ വഴി യൂറോപ്പിൽ നിന്നുള്ള യന്ത്രസാമഗ്രികളുടെയും സാങ്കേതിക ഘടകങ്ങളുടെയും കസ്റ്റംസ് നികുതികൾ വൻതോതിൽ കുറച്ചു. ചിപ്പ് നിർമ്മാണ പ്ലാന്റിനായി ഇറക്കുമതി ചെയ്യേണ്ടി വരുന്ന കോടിക്കണക്കിന് രൂപയുടെ വിലപിടിപ്പുള്ള ഉപകരണങ്ങൾക്ക് ഈ നികുതി ഇളവ് വലിയ ലാഭമുണ്ടാക്കും. സുസ്ഥിരമായ വ്യാപാര കരാർ നിലവിലുണ്ടെന്നത് ഡച്ച് കമ്പനിക്ക് വലിയ സാമ്പത്തിക സുരക്ഷിതത്വവും നൽകും. ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വ്യാപാര തർക്കങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യ EU കരാറിൽ വ്യക്തമായ നിയമങ്ങളുള്ളതിനാൽ ടാറ്റയുമായുള്ള ദീർഘകാല പങ്കാളിത്തത്തിന് ASML കമ്പനിക്ക് കൂടുതൽ ആത്മവിശ്വാസവും കിട്ടി. കരാർ പ്രകാരം ഗുജറാത്തിലെ ധോലേരയിൽ രാജ്യത്തെ ആദ്യത്തെ സെമി കണ്ടക്ടർ പ്ലാന്റ് നിലവിൽ വരും. ആഗോള ചിപ്പ് വിപണിയിൽ നമ്മുടെ രാജ്യം ഒരു പ്രധാന കേന്ദ്രമായി മാറാനും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് വലിയ ഉണർവ് നൽകാനും ഈ കരാർ സഹായിക്കും. നേരിട്ടും പരോക്ഷമായും 1 ലക്ഷത്തോളം പേർക്ക് തൊഴിലവസരവും ലഭിക്കും. സാങ്കേതിക വൈദഗ്ധ്യമുള്ള 20,000 പേർക്ക് പ്ലാന്റിൽ ടാറ്റ നിയമനം നൽകും. പാക്കിംഗ്, വിതരണം, സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ 80,000തോളം പേർക്ക് പരോക്ഷ തൊഴിലും ലഭിക്കും. നിലവിൽ ധോലേര പ്ലാന്റിന്റെ നിർമ്മാണം 50% പൂർത്തിയായിട്ടുണ്ട്. ഈ വർഷം അവസാനത്തോടെ ചിപ്പുകളുടെ പരീക്ഷണ അടിസ്ഥാനത്തിലുള്ള ഉൽപ്പാദനവും അടുത്ത വർഷം വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ഉൽപ്പാദനവും ആരംഭിക്കാനാകും. സാനന്ദ് എന്ന സ്ഥലത്ത് ചിപ്പ് പാക്കിങ്ങിനും ടെസ്റ്റിങ്ങിനുമുള്ള പ്ലാന്റ് യാഥാർത്ഥ്യവുമായിട്ടുണ്ട്.
സ്മാർട്ട് ഫോണുകൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, LED ബൾബുകൾ തുടങ്ങിയ ദൈനംദിന ഉപയോഗത്തിനുതകുന്ന ഉപകരണങ്ങൾ എന്നിവയിൽ ചിപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. പെട്രോൾ, ഡീസൽ മുതലായ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളിലും ഇലക്ട്രോണിക്സ് വാഹനങ്ങളിലും സവിശേഷമായും ചിപ്പുകൾ ഉപയോഗിക്കുന്നു. ഭാവി കാലത്തെ നിർണ്ണയിക്കുന്ന ChatGPT പോലുള്ള AI ടൂളുകൾ പ്രവർത്തിപ്പിക്കുന്ന സൂപ്പർ കമ്പ്യൂട്ടറുകൾക്ക് ഉയർന്ന ശേഷിയുള്ള ഗ്രാഫിക്സ് ചിപ്പുകൾ അത്യാവശ്യമാണ്. 5G, 6G നെറ്റ്വർക്കുകൾ, റോബോട്ടുകൾ, ഡ്രോണുകൾ എന്നിവ പൂർണ്ണമായും ആശ്രയിക്കുന്നത് ചിപ്പുകളെയാണ്. രാജ്യസുരക്ഷയ്ക്ക് നിർണായകമായ യുദ്ധവിമാനങ്ങൾ, റഡാറുകൾ, മിസൈലുകൾ, ആണവായുധങ്ങൾ, ആശയവിനിമയ ഉപഗ്രഹങ്ങൾ എന്നിവയെല്ലാം നിയന്ത്രിക്കുന്ന കമ്പ്യൂട്ടർ സംവിധാനങ്ങളുടെ തലച്ചോറും ഈ കുഞ്ഞൻ ചിപ്പുകൾ തന്നെ. അതുകൊണ്ട് തന്നെ ചിപ്പുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾക്ക് ലോക സമ്പദ് വ്യവസ്ഥയും നിയന്ത്രിക്കാനുള്ള ശേഷിയുണ്ടാകും. കോവിഡ് കാലത്ത് ലോകത്ത് ചിപ്പുകൾക്ക് ക്ഷാമമുണ്ടായപ്പോൾ ആഗോളതലത്തിൽ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നഷ്ടമാവുകയും കാറുകളുടെയും ഫോണുകളുടെയും നിർമ്മാണം മാസങ്ങളോളം തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. എണ്ണയും അമൂല്യ ധാതു സമ്പത്തുക്കളും പോയ കാലത്ത് ഓരോ രാജ്യങ്ങളെയും എങ്ങനെ സമ്പന്നമാക്കിയോ അതേപടി വരുന്ന കാലത്ത് രാജ്യത്തിൻ്റെ സാമ്പത്തിക നട്ടെല്ലാകാൻ ചിപ്പ് നിർമ്മാണത്തിന് കഴിയുമെന്ന് ചുരുക്കം. ആഗോള ചിപ്പ് വിപണിയിൽ നിലവിൽ പ്രതിവർഷം 80 ലക്ഷം കോടി രൂപയുടെ വ്യാപാരമാണ് നടക്കുന്നത്. വലിയ താമസമില്ലാതെ ഇത് 95 ലക്ഷം കോടിയിലേക്ക് എത്തും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രചാരം വർദ്ധിച്ചതോടെ ചിപ്പുകളുടെ ആവശ്യകതയിൽ വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് നിലവിൽ ചിപ്പ് ഉൽപ്പാദനം, വിപണനം എന്നിവയിലൂടെ 4.2 ലക്ഷം കോടിയുടെ ഇടപാടാണ് നടക്കുന്നത്. ഇതിൽ സിംഹഭാഗവും ചൈന, തായ്വാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ്. ഇന്ത്യൻ നിർമ്മിത സ്മാർട്ട് ഫോണുകൾ, വാഹനങ്ങൾ മുതലായവയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചിപ്പുകൾ വിദേശിയാണെന്ന് ചുരുക്കം. എന്നാൽ ചിപ്പ് ഡിസൈനിങ് രംഗത്ത് നമ്മുടെ രാജ്യം വലിയ മേധാവിത്വം നേടിയിട്ടുണ്ട്. ലോകത്ത് ചിപ്പ് ഡിസൈനിങ് രംഗത്ത് 20% പേരും ജോലി ചെയ്യുന്നത് നമ്മുടെ രാജ്യത്താണ്. അമേരിക്കൻ ഭീമനായ മൈക്രോൺ ഗുജറാത്തിലെ സാനന്ദിൽ സ്ഥാപിച്ച പ്ലാന്റിൽ മെമ്മറി ചിപ്പുകളുടെ പാക്കേജിംഗ് പൂർത്തിയാക്കി മുൻനിര കമ്പ്യൂട്ടർ കമ്പനികൾക്ക് വിതരണം ചെയ്യുന്നുണ്ട്. സാനന്ദിലെ കെയ്ൻ സെമികോണിൻ്റെ പ്ലാന്റിലും ചിപ്പ് അസംബ്ലിങ്ങും വിപണനവും നടക്കുന്നുണ്ട്. രാജ്യം മുന്നോട്ട് വെക്കുന്ന സെമി കണ്ടക്ടർ മിഷൻ അഥവാ ISM വഴി 2030 രാജ്യത്തിൻ്റെ ചിപ്പ് വിപണി മൂല്യം 9 ലക്ഷം കോടിയായി ഉയർത്താനാണ് ലക്ഷ്യം. ടാറ്റ ഇലക്ട്രോണിക്സും നെതർലാൻഡ്സുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം ഭാരതത്തെ ആഗോള ചിപ്പ് നിർമ്മാണ ഹബ്ബാക്കി മാറ്റാനാകും. ഏറ്റവും ആധുനികമായ പ്രീമിയം ചിപ്പുകൾ നിർമ്മിക്കുന്നതിനുള്ള EUV അഥവാ എക്സ്ട്രീം അൾട്രാവയലറ്റ് ലിത്തോഗ്രാഫി മെഷീനുകൾ നിർമ്മിക്കുന്ന ലോകത്തെ ഏക കമ്പനിയാണ് ISML എന്ന് നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ. ലോകത്തിലെ തന്നെ ഏറ്റവും വലുതും സങ്കീർണവും ഭാരമേറിയതുമായ സാങ്കേതിക ഉപകരണമാണ് ഇത്. ഒരു പൂർണ്ണമായ ASML മെഷീന് ഏകദേശം 180 ടണ്ണിലധികം ഭാരമുണ്ടാകും. അതിനാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഭീമൻ ചരക്ക് വിമാനങ്ങൾ ഉപയോഗിച്ചാണ് നെതർലാൻഡ്സിൽ നിന്ന് ഇവ ഇന്ത്യയിലേക്ക് എത്തിക്കുക. വലിയ മെഷീനെ 40ഓളം വലിയ കണ്ടെയ്നറുകളിലാക്കി ഭാഗിച്ചാണ് വിമാനങ്ങളിൽ കയറ്റുന്നത്. ഒരു മെഷീൻ പൂർണ്ണമായി എത്തിക്കാൻ 4ഓളം വിമാന സർവീസുകൾ വേണ്ടിവരും. ചില വലിയ ബാഹ്യഭാഗങ്ങളും സപ്പോർട്ട് സിസ്റ്റങ്ങളും നെതർലാൻഡ്സിലെ റോട്ടർഡാം തുറമുഖത്ത് നിന്ന് കപ്പൽ മാർഗം ഗുജറാത്തിലെ മുദ്ര തുറമുഖത്ത് എത്തിക്കും. പ്ലാന്റിൽ ക്ലീൻ റൂം അന്തരീക്ഷത്തിലേക്ക് മാറ്റിയ ശേഷം ASML എഞ്ചിനീയർമാർ മാസങ്ങളോളം അധ്വാനിച്ച ശേഷമാകും ഈ സംവിധാനം കൂട്ടിയിണക്കുക. നിലവിൽ തായ്വാനാണ് ചിപ്പ് നിർമ്മാണ രംഗത്തെ ആഗോള ചാമ്പ്യൻ. ലോകത്തെ ചിപ്പ് നിർമ്മാണത്തിൽ 60% തായ്വാൻ്റെ കയ്യിലാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അത്യന്താധുനിക സ്മാർട്ട് ഫോണുകൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന നാനോമീറ്റർ ചിപ്പുകളുടെ 90% ഇവിടെയാണ് നിർമ്മിക്കുന്നത്. ദക്ഷിണ കൊറിയ, ചൈന എന്നീ രാജ്യങ്ങളാണ് ചിപ്പ് നിർമ്മാണത്തിൽ 2ഉം 3ഉം സ്ഥാനത്തുള്ളത്. മുൻകാലങ്ങളിൽ ചിപ്പ് ഡിസൈൻ ചെയ്യുന്ന കമ്പനികൾ തന്നെയാണ് അത് നിർമ്മിച്ചിരുന്നത്. എന്നാൽ ഇത് സമയവും സാമ്പത്തിക ചെലവും ഏറിയ ഒരു പ്രക്രിയയാണ്. സ്വന്തമായി ചിപ്പ് രൂപകൽപ്പന ചെയ്യുന്നതിനു പകരം മറ്റുള്ളവർക്ക് നിർമ്മിച്ചു നൽകും എന്ന നയം തായ്വാൻ സ്വീകരിച്ചതോടെയാണ് അന്താരാഷ്ട്ര ചിപ്പ് നിർമ്മാണത്തിൻ്റെ തലസ്ഥാനമായി തായ്വാൻ മാറിയത്. ഈ ആശയം വൻ വിജയമായി. ആപ്പിൾ, NVIDIA, AMD തുടങ്ങിയ കമ്പനികൾ സ്വന്തമായി ഫാക്ടറി സ്ഥാപിക്കാതെ ചിപ്പുകൾ ഡിസൈൻ ചെയ്യാനും അവ നിർമ്മിക്കാനും തായ്വാൻ കമ്പനിയായ TSMCയെ ഏൽപ്പിക്കാനും തുടങ്ങി. പ്രത്യേക സാമ്പത്തിക മേഖല സൃഷ്ടിച്ചും വെള്ളം, വൈദ്യുതി, ഗതാഗതം മുതലായ അടിസ്ഥാന സൗകര്യങ്ങൾ തായ്വാൻ സർക്കാർ ഉറപ്പാക്കുകയും സർവകലാശാലകൾ ചിപ്പ് നിർമ്മാണത്തിന് പ്രത്യേക കോഴ്സുകൾ ആരംഭിക്കുകയും ചെയ്തതോടെ കാര്യങ്ങൾ കൂടുതൽ ഉഷാറായി. തായ്വാൻ സൃഷ്ടിച്ച മാതൃക പിന്തുടർന്ന് രാജ്യത്തിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് പുനഃക്രമീകരിച്ചാണ്
നിലവിൽ നമ്മുടെ രാജ്യം ഈ രംഗത്ത് ഓരോ ചുവടും വയ്ക്കുന്നത്. ധോലേരയിൽ ടാറ്റ നിർമ്മിക്കുന്ന മെഗാ ചിപ്പ് പ്ലാന്റ് തായ്വാനിലെ പ്രമുഖ ചിപ്പ് നിർമ്മാതാക്കളായ PSMCയുമായി ചേർന്നാണ്. സ്വന്തം ബ്രാൻഡ് ചിപ്പുകൾ ഉണ്ടാക്കാതെ മറ്റുള്ളവർക്ക് ചിപ്പ് നിർമ്മിച്ച് നൽകുന്ന ഫൗണ്ടറി മാതൃകയാണ് തായ്വാൻ കമ്പനിയും ടാറ്റയും പിന്തുടരുന്നത്. രാജ്യത്തെ 100-ലധികം IIT, NIT കോളേജുകളിൽ ചിപ്പ് നിർമ്മാണത്തിന് മാത്രമായി പ്രത്യേക ബിരുദ കോഴ്സുകളും സിലബസുകളും കേന്ദ്ര സർക്കാർ നിർബന്ധമാക്കിയിട്ടുണ്ട്. ചുരുക്കത്തിൽ തായ്വാൻ 30 വർഷം കൊണ്ട് നേടിയെടുത്ത വളർച്ച അവരുടെ തന്നെ സഹായത്തോടെ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ സാധ്യമാക്കാനാണ് രാജ്യം ശ്രമിക്കുന്നത്. ASML കുത്തകയാക്കി വെച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യ സ്വന്തമാക്കാൻ ചൈനയെപ്പോലൊരു വമ്പൻ സാമ്പത്തിക ശക്തി കിണഞ്ഞു ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു. ചാരപ്പണി ചെയ്ത് ചോർത്തിയെടുക്കാൻ ശ്രമിച്ചിട്ടും നടന്നില്ല. അത്യന്താധുനിക ചിപ്പുകളാണ് ഭാവിയിലെ യുദ്ധങ്ങൾ നിയന്ത്രിക്കുക. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിയന്ത്രിത മിസൈലുകൾ, യുദ്ധവിമാനങ്ങൾ, റഡാറുകൾ, സൂപ്പർ കമ്പ്യൂട്ടറുകൾ എന്നിവ നിർമ്മിക്കാൻ ഈ പ്രീമിയം ചിപ്പുകൾ അത്യാവശ്യമാണ്. ചൈനയ്ക്ക് ഈ സാങ്കേതിക വിദ്യ ലഭിച്ചാൽ അവർ അമേരിക്കയേക്കാൾ ശക്തമായ സൈന്യത്തെ വാർത്തെടുക്കുമെന്നും അത് അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്നും അമേരിക്ക ഭയപ്പെടുന്നു. നിലവിൽ ചിപ്പ് സാങ്കേതിക വിദ്യയിൽ മുൻനിരയിലുള്ള തായ്വാൻ അമേരിക്കയുടെ സഖ്യകക്ഷിയുമാണ്. AI പ്രോസസ്സറുകൾ നിർമ്മിക്കാൻ ASMLന്റെ അത്യന്താധുനിക യന്ത്രങ്ങൾ കൂടിയേ തീരും. ചൈനയെ സാങ്കേതിക വിദ്യയിൽ പിന്നിലാക്കാൻ അവരുടെ ചിപ്പ് നിർമ്മാണ ശേഷി തളർത്തുക എന്നത് അമേരിക്കയുടെ തന്ത്രപ്രധാനമായ ആവശ്യമാണ്. ASML ഡച്ച് കമ്പനിയാണെങ്കിലും അവരുടെ മെഷീനുകളിൽ ഉപയോഗിക്കുന്ന ലേസർ പോലുള്ള പല പ്രധാന ഭാഗങ്ങളും ഡിസൈനുകളും വികസിപ്പിക്കുന്നത് അമേരിക്കയിലാണ്. അമേരിക്കൻ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിനാൽ തങ്ങളുടെ അനുവാദമില്ലാതെ ഈ യന്ത്രങ്ങൾ ചൈനയ്ക്ക് വിൽക്കാൻ പാടില്ലെന്ന് അമേരിക്ക നിലപാടുമെടുത്തതോടെ ചൈനയുടെ ശ്രമങ്ങൾ പാളി. ചൈനയെ ശത്രുപക്ഷത്ത് കാണുമ്പോൾ ഭാരതത്തെ വിശ്വസ്ത പങ്കാളിയായി അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും കാണുന്നതിനുള്ള പ്രതിഫലമാണ് ടാറ്റ ASML കരാർ. ചൈനീസ് കുത്തകയ്ക്കെതിരെ അണിനിരത്താവുന്ന ഏഷ്യൻ പങ്കാളിയായും നമ്മുടെ രാജ്യത്തെ അവർ പരിഗണിക്കുന്നുണ്ട്. രാജ്യം കഴിഞ്ഞ കാലത്ത് സ്വീകരിച്ച നയതന്ത്ര സമീപനങ്ങളും തന്ത്രപ്രധാന കൂട്ടുകെട്ടുകളും ഈ പ്രതിച്ഛായ നമ്മുടെ രാജ്യത്തിന് ലഭിക്കുന്നതിന് കാരണമായി. സ്വന്തമായി ചിപ്പ് നിർമ്മിക്കുന്നതിന് പകരം ആ സാങ്കേതിക വിദ്യയുടെ സംരക്ഷണം രാജ്യം ഉറപ്പു നൽകുക കൂടി ചെയ്തതോടെ നെതർലാൻഡിന് ഈ സാങ്കേതിക വിദ്യ ഭാരതവുമായി പങ്കുവെക്കുന്നതിൽ ആശങ്ക പൂർണ്ണമായും നീങ്ങി എന്നതാണ് വാസ്തവം. ആത്മനിർഭർ ഭാരത്, മേക്ക് ഇൻ ഇന്ത്യ എന്നീ പുതുയുഗ നയങ്ങളുമായി രാജ്യം മുന്നോട്ടു പോകുമ്പോൾ ചിപ്പ് നിർമ്മാണ രംഗത്തുണ്ടാക്കിയ ഈ കരാർ അതിനൊരു തിലകക്കുറിയാകുമെന്ന് ഉറപ്പ്.